ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന endocrine glands gonads ആണ് കേട്ടോ. Gonads, it is nothing but the testis and ovary in male and female respectively. Okay, so testis and ovary in male and female. Gonads actually it is mesodermal in origin. Gonads mesodermally originate ചെയ്തേക്കുന്നതാണ്. അതേപോലെ the hormone which is produced from the gonads, that will be steroid hormone. Steroid hormones ആണ് gonads നിന്ന് produce ചെയ്യുന്നത്. Okay, now we will see how the stimulation of the gonads occurs for the production of these hormones. So here, ശരിക്കും നമ്മൾ പറയുന്ന testis and ovary, it is lower abdominal region കാണുന്ന രണ്ട് organs ആണ്. But in the case of testis, it will be present, it will be descend from the abdominal region. Abdomen നിന്ന് പുറത്തേക്ക് descend ചെയ്തിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിസ് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റിസും ഓവറിയും അതൊരു ഹെട്രോക്രൈൻ ഗ്ലാൻഡ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് അല്ല. അതവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ സ്പെർമാറ്റോഗോണിയൽ സെൽസും അതുപോലെ ഊഗോണിയൽ സെൽസും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഹോർമോൺസിന്റെ സെക്രീഷൻ അല്ല. ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ പ്രൊഡ്യൂസിങ് ദ സ്പെർംസ് ആസ് വെൽ ആസ് ദ ഓവം. ആ ഓവം സ്പെർമും കൂടി ഈ ഭാഗത്തു നിന്ന് തന്നെ സിന്തസൈസ് ചെയ്യുന്നതുകൊണ്ടും സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടും നമ്മൾ അതിനെ ഹെട്രോക്രൈൻ ഗ്ലാൻഡ് എന്നും പറയുന്നുണ്ട് കേട്ടോ. സോ ഹിയർ ഇറ്റ് ഈസ് ടെസ്റ്റിസ്, ഇറ്റ് ഈസ് പ്രസന്റ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ആൻഡ് ഓവറി ഇറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ ലോവർ abdomen in the pelvic region. Okay, so now we will see how these two glands are stimulated for the secretion of these hormones. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. Gonadotropin releasing hormone, that is a peptide hormone, right? Gonadotropin releasing hormone that will stimulate the anterior pituitary for the production of FSH and LH. Follicle stimulating hormone അതുപോലെ തന്നെ luteinizing hormone secretion വേണ്ടിയിട്ട് അതിനെ stimulate ചെയ്യിപ്പിക്കും അല്ലേ. So here the LH, it is a glycoproteinaceous hormone and FSH is also a glycoproteinaceous hormone. LH and FSH both are glycoproteinaceous hormone. ഇനി FSHും LHും ആണ് ടെസ്റ്റിസിനെ ഓവറിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ഫ്രം ഹൈപ്പോതലാമസ് വിൽ ഇൻഡ്യൂസ് ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് FSH and LH. Gonadotropin releasing hormone is a peptide hormone. These two are the glycoproteinaceous hormone. Now, testisന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും testis, it is present inside the scrotal sac. ടെസ്റ്റിസിന്റെ ഉള്ളിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. സ്പേമിന്റെ പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോ ടെമ്പറേച്ചർ വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബോഡിയുടെ പുറത്ത്, അതായത് അബ്ഡോമന്റെ പുറത്തായിട്ട് ടെസ്റ്റിസ് കാണുന്നത്. That is a primary sex organ present in male. അതേപോലെ ടെസ്റ്റിസിന്റെ അകത്ത് കുറേ ചേമ്പേഴ്സ് കാണും. ഏകദേശം 250 to 300 ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് കാണാം. ഓരോ ലോബ്യൂളാണ് നീ വരച്ചു വെച്ചേക്കുന്നത് കേട്ടോ. അവിടെ 3 ലോബ്യൂളെ ഞാൻ വരച്ചിട്ടുള്ളൂ. ഏകദേശം 250 to 300 ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് കാണും. ഈ ലോബ്യൂൾസിന്റെ ഉള്ളിലാണ് ടെസ്റ്റിസിന്റെ ഉള്ളിലിരിക്കുന്ന സെൽസ് ഇരിക്കുന്നത്. അത് ടെസ്റ്റിസിന്റെ ഉള്ളിൽ എന്തൊക്കെ തരത്തിലുള്ള സെൽസ് ആ ഉള്ളതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഹാവിങ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽ. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് ഉണ്ടാവും. അതേപോലെ സെർട്ടോളി സെൽസ് ഉണ്ടാവും. അതുപോലെ സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഉണ്ടാവും കേട്ടോ. സോ ഹിയർ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിന്റെ ഉള്ളില് ചെറിയ ചെറിയ ട്യൂബ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവും. ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിന്റെ ഉള്ളിലും 2 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടാവും. ആ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇടയിൽ കൂടെ, അതായത് അതിന്റെ പുറത്ത് കൂടെ കാണുന്ന ടെസ്റ്റിക്കുലാർ ലോബ്യൂളിന്റെ ഉള്ളിലെ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത് കാണുന്ന സെൽസ് ആണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് എന്ന് പറയുന്നത്. Okay, so Leydig cells or interstitial cells are present in between the seminiferous tubule or outside the seminiferous tubule. അതേപോലെ we can see the Sertoli cells and spermatogonial cell which is present inside the seminiferous tubule. Seminiferous tubule ഉള്ളിലായിട്ടായിരിക്കും കാണുന്നത് എന്ത് Sertoli cells ഉം അതുപോലെ spermatogonial cells ഉം കാണുന്നത്. Okay, so here ഇത് എങ്ങനെയാണ് ഇതിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ലൂട്ടിനൈസിങ് ഹോർമോൺ, ഇവിടെ സിന്തസൈസ് ചെയ്യുന്ന ലൂട്ടിനൈസിങ് ഹോർമോൺ ഉണ്ടല്ലോ, ഈ ലൂട്ടിനൈസിങ് ഹോർമോൺ ഇറ്റ് വിൽ കം ആൻഡ് ആക്ട് ഓൺ ദിസ് interstitial cell. Interstitial cell ഇത് ആക്ട് ചെയ്യും. ലൂട്ടിനൈസിങ് ഹോർമോൺ ഇറ്റ് വിൽ കം ആൻഡ് ആക്ട് ഓൺ interstitial cells. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൂട്ടിനൈസിങ് ഹോർമോണിനെ ഇന്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നും വിളിക്കാം.
LH എന്തും കൂടി വിളിക്കും? ഇന്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നും വിളിക്കും. ഈ ഇന്റർസ്റ്റീഷ്യൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച that will produce a hormone called as androgen. Androgen is a steroid hormone or it is a male hormone that will help in spermatogenesis. Spermatogenesis ne help ചെയ്യുന്ന ഒരു അനാബോളിക് സ്റ്റിറോയിഡ് ഹോർമോൺ ആണ് എന്ത് ഈ ആൻഡ്രോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൂട്ടിനൈസിങ് ഹോർമോൺ വന്നിട്ട് ഇൻഡസ്ട്രീഷ്യൽ സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ഈ ആൻഡ്രോജൻ ആണ് മേജർ മെയിൽ ഹോർമോൺ എന്ന് പറയുന്നത്. മെയിലിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ആൻഡ്രോജന്റെ പ്രസൻസ് കൊണ്ടാണ്. അതുപോലെ ആൻഡ്രോജൻ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ spermatogenesis. Spermatogenesis ആണ് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റിസിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ, sperm formation. Now we will see here inside the seminiferous tubule there are Sertoli cells. Sertoli cells ne stimulate ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ വന്നിട്ട് FSH ആണ്. FSH will stimulate the Sertoli cells. Sertoli cells ne stimulate ചെയ്യും. ഈ Sertoli cells നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ. ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രോജനെ ബൈൻഡ് ചെയ്ത് സെമിനിഫെറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. കാരണം എന്താ, സെമിനിഫെറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലാണ് സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഇരിക്കുന്നത്. ദാറ്റ് ഹാസ് ടു അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് പ്രൊഡ്യൂസ് ദി സ്പെർംസ്, റൈറ്റ്? അതിന് വേണ്ടിയിട്ട് ആൻഡ്രോജനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ ഉള്ളത്. അതേപോലെ ഇറ്റ് ഓൾസോ സെക്രീറ്റ് അനദർ ഹോർമോൺ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഹിബിൻ. ഈ ഇൻഹിബിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല് ഒരിക്കൽ ആൻഡ്രോജനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ ഇങ്ങനെ ആൻഡ്രോജന്റെ പ്രൊഡക്ഷൻ വേണ്ട, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ആൻഡ്രോജന്റെ ആക്ടിവിറ്റി വേണ്ട, അത് already it is over. So this FSH it has to be stopped. FSH stop ചെയ്യണം. അതായത് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെർട്ടോളി സെൽസിനെ റെഡിയാക്കുന്നത് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ കൊണ്ടും അതേപോലെ എന്താ പറയാ ഫില്ലിംഗ് ദ സെർട്ടോളി സെൽസ് വിത്ത് നറിഷ്മെന്റ്. സെർട്ടോളി സെൽസിന്റെ വേറൊരു ഫംഗ്ഷനാണ് സ്പെർമാറ്റോഗോണിയ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് സ്പേംസ് ആയി മാറുന്ന സമയത്ത് ഒരുപാട് ന്യൂട്രിയൻസ് വേണം അവർക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുന്നത് സെർട്ടോളി സെൽസ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് റെഡി ആക്കുന്നത് ഈ പറയുന്ന FSH ആണ്. അപ്പൊ FSH ആവശ്യത്തിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ട, അതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ് ഇൻഹിബിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ LH and FSH, that is the major hormone which will control the secretion from testis. LH it will stimulate the interstitial cell stimulating hormone. It stimulate the Leydig cells or interstitial cells for the production of androgen. That is the major hormone which will help in spermatogenesis. And this androgen it will be bind by the, it will be taken inside the seminiferous tubule by the Sertoli cells, because Sertoli cell will be stimulated by follicle stimulating hormone, and this will help in synthesizing androgen binding protein and inhibin. And this androgen binding protein it will take the androgen from the testicular lobule or from the outer part of the seminiferous tubule to seminiferous tubule for the spermatogenesis. Inhibin will stop the FSH, further FSH. അതേപോലെ തന്നെ FSH also will make ready the Sertoli cells with its nutrients for nourishing the സ്പെർമാറ്റോഗോണിയൽ സെൽ. അതായത് ഈ FSHന്റെ വേറൊരു ഫംഗ്ഷനാണ് സെർട്ടോളി സെൽസിന് നറിഷ്മെന്റ് എല്ലാം ഫില്ല് ചെയ്ത് സ്പെർമാറ്റോഗോണിയ മിയോട്ടിക് ഡിവിഷൻ നടത്തിയിട്ട് സ്പേം പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സെക്രീഷൻ ഫ്രം ദ ടെസ്റ്റിസ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഗൊണാഡ്, ഇറ്റ് ഈസ് ovary. Ovary is present in the lower abdominal region in the pelvic cavity. Pelvic cavity യിൽ കാണുന്നതാണ് ovary. ഇതിനകത്തും ഈ പറയുന്ന FSHന്റെയും LHന്റെയും secretion തന്നെയാണ് help ചെയ്യുന്നത്. So here I am just writing FSH. FSH it will stimulate the follicular cell formation around the primary follicle. നമ്മുടെ ovary ഇരിക്കുന്ന pair of ovary is present. And this ovary it will be having primary follicle inside that. Primary follicle എന്ന് പറയുന്നത് അതിനൊരു oocyte കാണും സെന്ററിൽ, അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ലെയർ ഫോളിക്കുലാർ സെൽസും കാണും. അതിനെയാണ് നമ്മൾ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നത്.
ഒരു ഫീമെയില് പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FSHന്റെ പ്രൊഡക്ഷൻ വരെ ഇതിനകത്തും അങ്ങനെ തന്നെ കേട്ടോ. പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ് FSHന്റെ LHന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുക. സോ FSHന്റെ പ്രൊഡക്ഷൻ വരെ ഈ ഫോളിക്കുലാർ സെൽസ് മോർ വിൽ ബി അക്യുമുലേറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ദിസ് പ്രൈമറി ഫോളിക്കിൾ. അപ്പോൾ പ്രൈമറി ഫോളിക്കിളിന്റെ മേലെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ ഫോളിക്കുലാർ സെൽസ് ഉണ്ടല്ലോ, ആ ഫോളിക്കുലാർ സെൽസിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഈസ്ട്രോജന്റെ സെക്രീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ സെക്രീറ്റ് ദ ഹോർമോൺ ഈസ്ട്രോജൻ. ഈ ഈസ്ട്രോജൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ദിസ് വിൽ ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ദ endometrium wall in the uterus. It develop endometrium. ഓക്കെ, എൻഡോമെട്രിയം വോൾ ഡെവലപ്പ് ചെയ്യുന്ന എന്താണ്? ഈ ഈസ്ട്രോജൻ ആണ്. ഇനി LHന്റെ സ്റ്റിമുലേഷൻ ഇവിടെ ഉണ്ട്. LH it is not acting until this follicular cells undergo maturation. അതായത് ഓവുലേഷൻ നടക്കുന്നതിന് മുമ്പ് പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെറിഷറി ഫോളിക്കിളും അതുപോലെ തന്നെ ടെറിഷറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നുള്ള ഒരു മെച്യൂർ ഫോമിലും ആവും. അപ്പോഴത്തേക്കും കുറേ സെൽസ് ഇതിന്റെ മേലെ അക്യുമുലേറ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചേമ്പറും ആൻഡ്രം എന്ന് പറയുന്ന ഒരു ക്യാവിറ്റിയും, ആൻഡ്രത്തിന്റെ ഉള്ളിൽ ഒരു ആൻഡ്രൽ ഫ്ലൂയിഡ് ഒക്കെ ഫില്ല് ചെയ്യും. അങ്ങനെ ഒരു കണ്ടീഷനിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഈസ്ട്രോജന്റെ സെക്രീഷൻ മാക്സിമം ആവും. ഈസ്ട്രോജൻ കുറേ ഉണ്ടാവും. കാരണം എന്താ, അത് മെച്ചുറായി വരുന്നവരും ഫോളിക്കുലാർ സെൽസിന്റെ നമ്പർ കൂടി വരിക അല്ലേ. ആ ഫോളിക്കുലാർ സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ഈസ്ട്രോജനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈസ്ട്രോജൻ ഒരുപാട് ഉണ്ടായി കഴിയുമ്പോൾ ദാറ്റ് വിൽ സ്റ്റിമുലേറ്റ് ഫർദർ LH ഓൾറെഡി ഉണ്ട്, LH വർക്ക് ചെയ്തിട്ടില്ല. ആ LHന്റെ കൂടെ പിന്നെ LHനെ ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ റപ്ചറിങ് ദിസ് ഗ്രാഫിയൻ ഫോളിക്കിൾ. LH എന്ത് ചെയ്യും? റപ്ചറിങ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾ. And it help in ovulation. അതെന്തിനു സഹായിക്കും? ഓവുലേഷന് സഹായിക്കും. ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഈ പറയുന്ന ലൂട്ടിനൈസിങ് ഹോർമോൺ സർജ് ആണ്. ലൂട്ടിനൈസിങ് ഹോർമോൺ സർജ് എന്ന് പറയുന്നത് എന്താണ്? ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ഒരു തള്ളിക്കയറ്റായിരിക്കും ഈസ്ട്രോജൻ ഒരുപാട് കൂടുതലുള്ളപ്പോൾ. അപ്പോൾ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡെവലപ്പ് ആസ് എൻ യെല്ലോ ബോഡി സ്ട്രക്ചർ. ഒരു യെല്ലോ ബോഡി സ്ട്രക്ചർ ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. അതിന് പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. ഇത് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് പ്രൊജസ്റ്ററോൺ. ഈ പ്രൊജസ്ട്രോൺ വന്നിട്ട് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ എൻഡോമെട്രിയം. എൻഡോമെട്രിയം വോള് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ ആരാണ്? കോർപ്പസ് ലൂട്ടിയാണ്. കോർപ്പസ് ലൂട്ടിയത്തിൽ സെക്രീറ്റ് ചെയ്യുന്ന പ്രൊജസ്ട്രോൺ ആണ് ഈ പറയുന്ന എൻഡോമെട്രിയം വോള് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ശരിക്കും എൻഡോമെട്രിയത്തിന്റെ വോൾ ഒരുപാട് നാൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഗസ്റ്റേഷൻ പീരീഡിലാണ് അല്ലേ. കാരണം എന്താ, പ്രഗ്നൻസി ഉണ്ടാകുന്ന സമയത്ത് എൻഡോമെട്രിയം വോൾ കൂടുതൽ തിക്കാവുകയും ചെയ്യണം, അത് അതേപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊജസ്ട്രോൺ ഹെൽപ്പ് ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വി വിൽ സീ ദ സെക്രീഷൻസ് ഫ്രം ദ ovary. Ovary will be stimulated by follicular stimulating hormone and it will help in accumulation of follicular cells around the primary follicle. The follicular cells which is formed around the primary follicle that will secrete a hormone called as estrogen. Estrogen that develop the endometrium wall of the uterus. Endometrium wall of the uterus എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ ഏറ്റവും ഉള്ളിലത്തെ ലെയർ ഉണ്ടാകുന്നത്. ആ എൻഡോമെട്രിയം വാളിന്റെ സൈക്ലിക്കൽ പ്രോസസ് ആണ് മെൻസ്ട്രൽ സൈക്കിൾ ആയിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. Then after that we can see this FSH. It is making this primary follicle to Graafian follicle. അതാണ് അതിന്റെ മെച്യൂർ ഫോം ഓഫ് ദ ഫോളിക്കുലാർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഗ്രാഫിയൻ ഫോളിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ഫോളിക്കുലാർ സെൽസ് ഇതിന്റെ മേലെ അക്യുമുലേറ്റ് ചെയ്യും, ഒരുപാട് ഈസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ ഒരുപാട് ഈസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ LH, even though it has not been used till now, again it will be stimulated by this estrogen that cause an LH surge. അതൊരു LH surge ഉണ്ടാക്കും, അതായത് LHന്റെ ഒരു തള്ളിക്കയറ്റം. That help in rupturing this Graafian follicle and it cause the ovulation. Ovum പുറത്തു വരും. Man, this Graafian follicle it will be developed in the form of corpus luteum. Corpus luteum എന്ന് പറയുന്ന ഒരു യെല്ലോ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന that has the capability of producing progesterone. Progesterone is a hormone that will help in maintaining the endometrium wall. ഈ progesterone ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഗസ്റ്റേഷൻ പീരീഡിലാണ് അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിലാണ്. Because endometrium which is further thickened during the pregnancy, as well as this endometrium it has to be maintained for continuing the pregnancy. So this progesterone it will be
very active during the pregnancy. Okay, അതേപോലെ when during the pregnancy period the placenta will be developed for the connection between the fetus as well as the mother's body. മദറിന്റെ ബോഡി അല്ലെങ്കിൽ മദറിന്റെ യൂട്രസിലേക്ക് ഫീറ്റസിന്റെ കണക്ഷൻ ആണ് പ്ലാസെന്റ എന്ന് പറയുന്നത്. So this placenta, it also secretes certain hormones as HCG, human chorionic gonadotropin, that is a glycoproteinaceous. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതില് ആൻഡ്രോജൻ, it is a steroid hormone, estrogen is a steroid hormone, progesterone is a steroid hormone. ഇനി നമ്മൾ പറയാൻ പോകുന്ന placental hormones ആണ് കേട്ടോ. So placental hormones, when we say placenta, it secretes a hormone, major hormone, that is human chorionic gonadotropin, HCG. Human chorionic gonadotropin, HCG. HCG through which we can detect the pregnancy. Pregnancy detect ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹോർമോണാണ് HCG എന്ന് പറയുന്നത്. That is a glycoproteinaceous hormone. ഇതൊരു glycoproteinaceous hormone ആണ്. HCG is a glycoproteinaceous hormone. ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ദിസ് മെയിൻറ്റെയിൻ ദ കോർപ്പസ് ലൂട്ടിയം. ഇതെന്ത് ചെയ്യും? കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് HCG എന്ന് പറയുന്നത്. അതേപോലെ വി ക്യാൻ സി ദ ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടജൻ. ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടജൻ വിൽ ബി human placental lactogen. It is secreted in this, that will help in the formation of or the development of the mammary gland and formation of the milk. Okay, that is this HPL is also secreted from the placenta, and we can see it also secrete relaxin. Relaxin എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. Relaxin, it is secreted from the placenta, that is during the parturition. It is this HPL ഉം relaxin bothും രണ്ടും പ്രോട്ടീനേഷ്യസ് ആണ് കേട്ടോ, രണ്ടും പ്രോട്ടീനേഷ്യസ് ഹോർമോൺ ആണ്. റിലാക്സിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്യൂറിങ് ദ പാർട്ടുറേഷൻ ദിസ് റിലാക്സിൻ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ റിലാക്സ് ദ cervical region. For that the parturition it will be easy. Okay, so this is the major hormone secreted from the placenta. അതേപോലെ തന്നെ പ്ലാസെന്റയിൽ സെക്രീറ്റ് ചെയ്യുന്ന വേറൊരു ഹോർമോണാണ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. അതൊക്കെ പ്ലാസെന്റയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. ബിക്കോസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഒക്കെ സെക്രീഷൻ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ we can see progesterone, if it is remaining, then FSH will be stopped. ഈ പ്രൊജസ്ട്രോണിന് FSHനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എന്താണ് ഒരു കേപ്പബിലിറ്റി ഉണ്ട്. കാരണം പ്രൊജസ്ട്രോൺ അവിടെ നിലനിൽക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പ്രഗ്നൻസി ഉണ്ടെന്നാണ്. പിന്നെ അതിന്റെ ഒപ്പം വേറൊരു ഓവുലേഷനും കൂടെ നടന്ന് FSH ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓവം മെച്ചുറേഷൻ നടക്കും. ഓവം മെച്ചുറേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഓവം ഉണ്ടാവും. അപ്പോൾ വീണ്ടും അവിടെ കോപ്പുലേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഫർദർ pregnancy. അത് ഉണ്ടാവില്ല. ഒരിക്കലും ഒരു പ്രഗ്നൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ until and unless the parturition occurs, there will not be further synthesis of FSH because of continuous production of progesterone from the corpus luteum. കോർപ്പസ് ലൂട്ടിയത്തിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അവിടെ നിലനിർത്തുന്ന ഹോർമോണാണ് HCG എന്ന് പറയുന്ന ഹോർമോൺ. ഓക്കെ, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഈ HCG നമുക്ക് it will be during the gestation period, HCG it will be produced in large quantity. അതുകൊണ്ട് തന്നെ HCG യൂറിനിൽ കൂടെ എലിമിനേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഏർലി മോർണിംഗ് യൂറിനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ HCGയുടെ കോൺസെൻട്രേഷൻ നമുക്ക് കാണാൻ കഴിയും. ത്രൂ ദാറ്റ് ദ pregnancy can be detected. Okay, so this is all about the hormones which is secreted from the gonads as ovary and testis. ഇനി നമുക്ക് the hormones of heart, kidney and gastrointestinal tract that we will see in the next session.